യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഉപ്പുണ്ടോ? ആന്റി, അബി, മോളെ അബി. സോറി ഭവനേച്ചി, എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ വരാൻ പോലും പറ്റിയില്ല. അതൊന്നും സാരമില്ല അബി, നീ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ. സേതുവേട്ടാ, ഞാനിവിടെ ഇല്ലായിരുന്നു. നീ എത്തിയ ഉടനെ നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലേ? ആന്റി, ബാമ എവിടെ? ഞാനിവിടെ ഉണ്ട്. നിനക്ക് സുഖമാണല്ലോ അല്ലേ? എല്ലാരോടും ഞാനൊരു പ്രധാന കാര്യം പറയാനാണ് വന്നത്. ഞാൻ ബാമയും കൊണ്ട് വേറൊരു വീട്ടിലേക്ക് താമസം മാറുക. പെട്ടെന്ന് ആർക്കും ഉൾക്കൊള്ളാനാവില്ലെന്നറിയാം. പക്ഷെ എൻ്റെ മുമ്പിൽ ഇപ്പം വേറെ വഴിയൊന്നുമില്ല. അല്ല മോനെ, അവൾ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കൊരു വീട്ടിനകത്ത്. അതിനൊക്കെയുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കാനാണ് തീരുമാനം. അല്ലാണ്ട് അമ്മയുടെ വാക്ക് കേട്ട് എനിക്ക് ബാമയെ മാറ്റി നിർത്താനാവില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ കൺമുന്നിൽ വെച്ച് തന്നെ ബാമയെ കൊല്ലാൻ നോക്കിയത്. അതുകൊണ്ട് ബാമയെ വളരെ ഗൗരവമായിട്ട് നോക്കിയില്ലെങ്കിൽ ഇനിയും അപായപ്പെടുത്താൻ ആളുണ്ടാവും. ഈശ്വര, എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ഈ അവസ്ഥയിൽ എങ്ങനെയാ ബാമയെ അബിക്കൊപ്പം വിടുന്നത്? സേതു, എന്താ വേണ്ടത്? അബിയുടെ അവസ്ഥയും നമ്മൾ വേണ്ടേ അറിയാൻ. ബാമേ, നീയൊന്നും പറഞ്ഞില്ല. അബി വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ സമ്മതിച്ചതാണല്ലോ. അബിയോടൊപ്പം എവിടേക്ക് വരാൻ എനിക്ക് സമ്മതം. ചേച്ചി, ഇനിയെങ്കിലും ഞാനൊരു നല്ല തീരുമാനം എടുത്തില്ലെങ്കിൽ അതെന്റെ ജീവിതത്തെ തന്നെ ബാധിക്കും. ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനും കൂടി ഇവിടെ നിൽക്കുന്നത് ബാധ്യതയാവും. അബി എന്നോട് ഈ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടും അബിയുടെ തീരുമാനം തന്നെ നല്ലതെന്ന് എനിക്ക് തോന്നി. എന്നായാലും ബാമ എന്നോടൊപ്പം വരേണ്ട ആളാ. ഇപ്പോഴാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ നടക്കും. അല്ലാണ്ട് എൻ്റെ അമ്മയെ തിരുത്തിയിട്ട് ഒരിക്കലും ബാമയെ കൊണ്ടുപോകാനാവില്ല. സേതു, എന്താ നിന്റെ അഭിപ്രായം? ഭാമ അബിയോടൊപ്പം പോട്ടമ്മേ. അവളുടെ ഭർത്താവിൻ്റെ ഒപ്പം അല്ലേ പോകുന്നത്. പോയി സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഭാമേ, ഇന്ന് നിന്റെ നന്മ മാത്രം ആഗ്രഹിച്ചുള്ള ഭാവന അവളുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ടോ നീ പോവാൻ? ചേച്ചി, ഞാൻ അബിയോടൊപ്പം പൊക്കോട്ടെ? നീ ധൈര്യമായിട്ട് മോളെ. അവളുടെ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം. നീ ധൈര്യമായിട്ട് അബിയോടൊപ്പം പൊക്കും. എവിടേക്കാ സേതു നീ ഭാമയെ തള്ളിവിടുന്നത്? കൊലമരത്തിലേക്കോ? എന്താ ബി, നീ ഭാമയെ കൊണ്ടുപോകുമെന്നാണോ? അതെ, എൻ്റെ ഭാര്യയെ ഞാനല്ലാണ്ട് പിന്നെ വേറെ ആരാ കൊണ്ടുപോകുന്നേ? ചുമ്മാ കൊണ്ടുപോകുന്നു പറയുന്നല്ലാതെ കൊണ്ടുപോകുന്നത് എവിടാന്നും കൂടെ പറ. അതെനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. എൻ്റെ ഭാര്യയെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും. എന്നാലേ ഇനി ആ പരിപാടി ഇവിടെ നടക്കില്ല. ഭാമയ്ക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട്. എന്താ വലിച്ചത്? ഭാമ പോകുന്ന അവളുടെ ഭർത്താവിന്റെ കൂടെ അല്ലേ? പിന്നെന്താ കുഴപ്പം? ഭാമയുടെ ചടങ്ങ് നടന്നതൊക്കെ നീ ഇത്ര വേഗം മറന്നോ?
ഭാമയുടെ സാരിയിൽ തീ വെച്ച് കൊല്ലാൻ നോക്കിയത് നിനക്ക് ഓർമ്മയില്ലേ? അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? എന്നാലേ ഇവിടെ ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ കൂടെ നടന്നിട്ടുണ്ട്. അതും കൂടെ അറിഞ്ഞിട്ട് തീരുമാനിക്കാം ഭാമയെ നിന്റെ കൂടെ വിടണോ വേണ്ടയോന്ന്. വല്യം ഇത് എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾ അറിയാത്ത എന്ത് കാര്യം ഇവിടെ നടന്നത്? ഭാവനയുടെ ഓപ്പറേഷന് കാശുണ്ടാക്കാൻ ഭാമ അബിയുടെ വീട്ടിൽ ആഭരണം എടുക്കാൻ പോയ കാര്യം നിങ്ങൾ അറിഞ്ഞോ? ആ സമയത്ത് അംബാലിക അൻഡുദിനും കൂടി ഭാമയെ കൊല്ലാൻ നോക്കിയത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? എന്നാലേ ഞാൻ അറിഞ്ഞത് പറയാം. ഞങ്ങൾ ഈ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് ഗായത്രി പറയട്ടെ. ആ സമയത്ത് ഗായത്രി അവിടെ പോയില്ലായിരുന്നെങ്കിൽ ഭാമ ഇപ്പൊ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. എന്താടാ സേതു, ഇനിയും ഭാമ ഇവനോടൊപ്പം അയക്കണോ? ബാമേ, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? അതെ അബി, അമ്മ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവനോടെ കാണില്ലായിരുന്നു. അമ്മ എന്താ അമ്മ ഈ വിവരം ഞങ്ങളോട് പറയാറുന്നത്? പേടിച്ചിട്ട്, നിന്നെ പേടിച്ചിട്ടാ നിന്നോട് പറയാത്തത്. ഭാമയെ രക്ഷിക്കാൻ നോക്കുവോ അതോ നിന്നോട് ഈ വിവരം പറഞ്ഞിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുവോ? ഇത്രയൊക്കെ നടന്നിട്ടും വീണ്ടും ഈ അഭിയോടൊപ്പം ഭാമയെ പറഞ്ഞു വിടണമെങ്കിൽ പറഞ്ഞു വിട്ടോ. അല്ലെങ്കിൽ തന്നെ എന്ത് യോഗ്യത കണ്ടിട്ടാ ഭാമയെ അബിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്? ആദ്യം നട്ടലുണ്ടെന്ന് തെളിയിക്കട്ടെ, അല്ലാതെ സ്വന്തം അമ്മയ്ക്ക് തട്ടിക്കളിക്കാനുള്ളതല്ല ഞങ്ങളുടെ ഭാമ. അബി, ഇതൊന്നും നീ അറിഞ്ഞിട്ടില്ലെന്നാണോ പറയുന്നത്? സത്യമായിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല സേതു ഏട്ടാ. ഭാമ ആഭരണം എടുത്തോണ്ട് പോയെന്ന് മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. വിശ്വസിക്കരുത് സേതു, ഇതൊക്കെ ഇവനും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാ. ദേ, അനാവശ്യം പറയരുത്. നിനക്ക് കാണിക്കാമെങ്കിൽ എനിക്കെന്താ പറഞ്ഞുകൂടാത്തത്? ഭാമയെ കൊന്നിട്ട് ആ അൻഡുതന്റെ മോളെ കെട്ടി സുഖമായിട്ട് ജീവിക്കാനല്ലേ നിനക്ക്? ഡോ, താൻ എന്തുവാണ് പറഞ്ഞേ? ഞാൻ എന്റെ ഭാമയെ കൊല്ലാൻ കൂട്ടി നിന്നോ? അയ്യോ, വിട് സേതു. ഈശ്വരാ